എന്തോ അന്ന് താരങ്ങളുടെ സംഘടന അത് വേണ്ട എന്നൊരഭിപ്രായം പറഞ്ഞു. മലയാള സിനിമയിലെ എൻ ബ്ലോക്ക് സംവിധായകരും എനിക്ക് തോന്നുന്നു കമൽ ഇപ്പുറത്തായിരുന്നു നിന്നിരുന്നത്. ബാക്കി എല്ലാവരും തന്നെ അപ്പുറത്തായിരുന്നു. മറ്റൊന്നുമല്ല, താരാധിഷ്ഠിതമാണല്ലോ നമ്മുടെ ഈ മേഖല, സിനിമാ മേഖല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവർ നിന്നത്. അപ്പോൾ പൃഥ്വിരാജ് അതല്ല, ഈ എഗ്രിമെൻ്റ് വേണം എന്നുള്ളൊരു നിലപാടുകാരനായിരുന്നു. പല കാര്യത്തിലും പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന നിലപാട് അത്തരം ഒരു കൂട്ടത്തിൽ ചേർന്ന് അല്ലെ എന്തെങ്കിലും കാര്യം കാണാൻ വേണ്ടിയൊന്നും അങ്ങനെ ഒരു വാചകം അടിക്കുന്ന ആളല്ല പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് എഗ്രിമെൻ്റ് വേണം എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അപ്പോൾ സിനിമാ സംഘടന അന്ന് ഈ ചേംബർ ശക്തമായിട്ട് നിലപാടെടുക്കുകയും അപ്പം എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ നിലപാട് ഇത് വേണം എന്നാണ്. എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചേംബർ പ്രസിഡൻറ്റും സി യാദവ് ഖോക്കറെ അന്ന് ഇതാണ് ഇപ്പോഴത്തെ ചേംബറിൻ്റെ സെക്രട്ടറി ആയിരുന്ന, ഇപ്പോൾ ട്രഷറായിരിക്കുന്ന സാഗാപ്പച്ചൻ, ഒരു വലിയ നര തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു ഇവരെല്ലാം കൂടിയും സമരം ആയിട്ട് അമേരിക്കയ്ക്ക് പോകണം. സമരം പ്രഖ്യാപിച്ചിട്ടില്ല, പക്ഷേ ഷോ നടത്താൻ പോകണം. കംപ്ലീറ്റ് താരങ്ങളും എൻ ബ്ലോക്കിനെ തൂക്കിപ്പെറുക്കി അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ ഷൂട്ടിങ് നടക്കില്ല. വിനയൻ ഉദ്ദേശിച്ച ചിലപ്പോൾ ഒരു സിനിമ ചെയ്യാൻ പറ്റും. അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കാശിയോ അങ്ങനെ ഏതോ സിനിമയുടെ പണിപ്പുരയിൽ എന്തോ നിൽക്കുന്ന സമയമാണ്. കാശി കഴിഞ്ഞു, ഊമപ്പുണ്ണിൻ്റെ തമിഴ് എന്തോ ചെയ്യാനുള്ള സമയം. അപ്പോൾ ഇവർ പറയുന്നത് ഉടനെ അടുത്ത 2-3 ആഴ്ചയ്ക്ക് സിനിമ തുടങ്ങണം. അങ്ങനെ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് നിർത്തി വെച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ വെളിയിൽ പോകുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. വിനയൻ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് എന്നെ ആർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരുന്നു അത്. പിന്നാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. കാരണം ഞാൻ ഈ അനുമാനെ കണക്ക് എന്നെ വന്ന് പൊക്കിയപ്പോൾ വീണു പോയെന്നുള്ള അത് വേറെ ആരെങ്കിലും പിടിക്കാശാനെ നിങ്ങളുടെ കൂടെയൊക്കെ ഒത്തിരി വലിയ ഡയറക്ടർമാരുള്ളതല്ലേ മലയാള സിനിമയിൽ, ആരെങ്കിലും നിങ്ങളൊക്കെ വിളിച്ചാൽ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് വേണേൽ ഒഴിയായിരുന്നു. പക്ഷെ ഞാൻ ആ പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ടെന്നും എൻ്റെ നിലപാടതാണെന്നും ഒക്കെ വെച്ചുകൊണ്ട് ഞാൻ അന്ന് സി യാദവ് ഖോക്കറിനുമൊക്കെ വാക്ക് കൊടുത്തു. ആൻഡോ ജോസഫും വന്നിട്ടുണ്ട്. ആൻഡോ ജോസഫൊക്കെ പ്രൊഡ്യൂസറേയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. റെഡിയാണെങ്കിൽ പ്രൊഡ്യൂസർ റെഡി, വൈശാഖരാജൻ, കഥയും ഒന്നുമില്ല നമ്മുടെ. ഞാനപ്പോൾ തന്നെ പൃഥ്വിരാജിനോട് ചോദിച്ചു. പൃഥ്വിരാജ് പറഞ്ഞു ഈ ഒരു മാറ്ററിന് വേണ്ടിയാണ് സാർ ഞാൻ വർക്ക് ചെയ്യാം, കാരണം എനിക്ക് ഈ എഗ്രിമെൻറ്റ് വേണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അന്ന് എൻ്റെ കൂടെ നിന്ന 2-3 പേരൊക്കെ ലാലു അലക്സ് നിന്നു, മനസ്സിലായി, ബാബുരാജ് നിന്നു, ക്യാപ്റ്റൻ രാജുവോ, തിലകൻ ചേട്ടനുണ്ടായിരുന്നു. തിലകൻ ചേട്ടൻ പിന്നെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പുള്ളി സടകുടഞ്ഞ് എഴുന്നേക്കല്ലോ പുള്ളി നിന്നു. ബാക്കിയുള്ളവരെല്ലാം തമിഴിൽ നിന്ന് വെച്ചു. ആനന്ദരാജ്, രാജീവ്, അങ്ങനെ ഒരു പറ്റ ആർട്ടിസ്റ്റുകളെ തമിഴിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ സമരത്തെ സത്യത്തിൽ പൊളിക്കാൻ വേണ്ടി ചെയ്തതാണ് സത്യം. അതിൻ്റെ വാശി എന്നോട് ഈ അമ്മയുടെ ആൾക്കാരാരെങ്കിലും തീർത്തെങ്കിൽ എനിക്ക് അവരോട് പരാതിയൊന്നുമില്ല. കാരണം അങ്ങനെ അമ്മാതിരി പണിയാണ് ഞാൻ ചെയ്തത്, മനസ്സിലായോ. ഞാൻ ഇവരെ എല്ലാം കൂട്ടിയിട്ട് സത്യം ചെയ്തു. അതൊക്കെ പിന്നെ ഒരു സംഘടനാ ഇഷ്യൂ ആയിട്ട് കണ്ടാൽ മതി. പൊളിറ്റിക്സിൽ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടാൽ മതി എന്ന് എൻ്റെ വിശ്വാസമല്ല. എനിക്ക് ആരോടും പേഴ്സണലായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടല്ല. അങ്ങനെ സത്യം ചെയ്തു. സത്യത്തോടുകൂടി ഇവരുടെ സമരം പൊളിഞ്ഞു പോയി. എഗ്രിമെൻ്റ് ഒപ്പിടാമെന്ന് അവർ സമ്മതിച്ചു. ഇതൊരു ചരിത്ര സത്യമാണ് മലയാള സിനിമയിൽ. എത്ര പേരൊക്കെ ഇതൊന്നും അറിയാം എന്ന് എനിക്കറിയില്ല. ഏതായാലും സീനിയർ ആൾക്കാർക്കൊക്കെ അറിയാം. ചിലപ്പോൾ ഇത് ചരിത്രത്തിൽ നിന്ന് മാറ്റാനും, നമ്മുടെ വേലായുധ പണിക്കരുടെ കഥ മാറ്റി വെച്ച കണക്ക് ഇത് മാറ്റാനും നമ്മുടെ ആൾക്കാർ ശ്രമിക്കും. കാരണം ഇങ്ങനെ വിനയൻ ഷൈൻ ചെയ്യുന്നൊരു കഥയൊന്നും വേണ്ട എന്ന് വേണമെങ്കിൽ ശ്രമിച്ചേക്കാം. എങ്കിലും ഞാൻ പറയും ഇതായിരുന്നു സത്യം. അതിനു വേണ്ടിയാണെന്ന് പൃഥ്വിരാജിനെ അപ്പോൾ വിലക്കിയത്. ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞ് കയറിയും തോന്നുന്നു. ആരാണ്ടൊക്കെ വാശിക്കൊക്കെ നിന്നു. ബാബുരാജൊക്കെ കുറച്ചൊക്കെ പിടിച്ചെന്ന് തോന്നുന്നു. എന്നാൽ ഇവരൊക്കെ അവസാനം വന്നിട്ട് തിലകൻ ചേട്ടൻ്റെ പിന്നെ മാപ്പൊന്നും കിട്ടത്തില്ലെന്ന് അവർക്കറിയാം. ബാക്കി എല്ലാവരും മാപ്പ് പറഞ്ഞു കയറി. പൃഥ്വിരാജ് കയറിയില്ല. അങ്ങനെയാണ് പൃഥ്വിരാജിനൊരു വിലക്ക് അന്ന് വന്നത്. ആ വിലക്ക് എന്താ പറയുക, മാറ്റിയതും ഞാനാണ്. അതായത് അത് കഴിഞ്ഞിട്ട് അത്ഭുതദ്വീപ് എന്നുള്ള ചിത്രം ചെയ്യുമ്പം പൃഥ്വിരാജിൻ്റെ വിലക്കിൻ്റെ സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു അതിൻ്റെ എഗ്രിമെൻറ്റ് ജഗദീഷിനെ കൊണ്ടൊക്കെ ഇടിക്കാനായിട്ട്. അതിനകത്ത് പക്രുവാണ് ചെറിയ പൊക്കം കുറഞ്ഞവരുടെ നായകനെങ്കിൽ ഇവർ 4 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാനിപ്പോഴും ആലോചിക്കും, ജഗദീഷേട്ടൻ്റെ അടുത്ത് ഞാനത് ഒപ്പിടിക്കാൻ ഞാൻ സിറ്റി ചെല്ലുമ്പം കൽപ്പനയുണ്ടായിരുന്നു അവിടെ. ജഗദീഷേട്ടൻ പറഞ്ഞു, ഇതിനകത്ത് നായകൻ രാജുവാന്ന് കേൾക്കുന്നുണ്ട്, അങ്ങനോട് അഭിനയിക്കില്ലെന്ന് സംഘടന പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നായകൻ പക്രു അല്ലേ? രാജുവിനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുറകിരുന്ന് കൽപ്പന ചിരിച്ചു. കൽപ്പനയ്ക്ക് ഇതറിയാം. കൽപ്പന പറഞ്ഞു, പിന്നെ ഇത് പൊക്കം കുറഞ്ഞവരുടെ കഥയാ ചേട്ടാ, കൽപ്പനയ്ക്ക് സംഭവം അറിയാം. അങ്ങനെ എഗ്രിമെൻ്റ് ഒപ്പിടിച്ചു മേടിച്ചു ഞാൻ. എന്നിട്ടാണ് ഞാൻ തുറന്നു പറയാം, അത് രാജുവിൻ്റെ വിലക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ചെയ്ത
ഒരു സാഹസമാണ്. അത് ഒരു പോസിറ്റീവ് മാറ്ററിന് വേണ്ടി ചെയ്തുകൊണ്ടൊരു ചെറിയ കള്ളമൊന്നും തെറ്റില്ല എന്ന് രാമായണത്തിലും മഹാഭാരതത്തിലും വരെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഒപ്പിട്ട് ജഗദീഷിൻ്റെയും നമ്മുടെ ജഗദീശൻ്റെയൊക്കെ ഒപ്പിട്ട് മേടിച്ചതിന് ശേഷമാണ് പിറ്റേ ദിവസം ഈ രാജുവിൻ്റെ ദേഹത്തൊരു 50 കുഞ്ഞന്മാരെ ഇരുത്തിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. അത് പിറ്റേ ദിവസം പത്രത്തിൽ വന്നു. എനിക്ക് തോന്നുന്നു ജഗദീശൻ്റെ ഉള്ളിലും അറിയാമായിരുന്നു, എന്നോട് ചോദിച്ചെങ്കിലും അറിയാമായിരിക്കാം പുള്ളിക്ക്. അങ്ങനെ ഈ പടം വന്നതോടുകൂടിയാണ് സത്യത്തിൽ ഈ പൃഥ്വിരാജിൻ്റെ പേരിലുള്ള വിലക്ക് നീങ്ങി. അത് മല്ലി ചേച്ചി പരസ്യമായിട്ട് പ്രസംഗിച്ചിട്ടൊക്കെയാണ്. മല്ലി ചേച്ചിയുടെ ക്ലിപ്സൊക്കെ വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ. അത് തന്നെ സാർ ഇത് വലിയ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് മല്ലി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും ഒരു കാര്യമല്ല. നമ്മുടെ പക്ഷേ ഇൻഡസ്ട്രിയിൽ നമ്മൾ ജീവിക്കുമ്പോഴും നമുക്ക് ചില നിലപാടുകൾ മനസ്സിലായി. നമ്മളൊരു അടിമക്കണക്ക് നമുക്ക് ഒരു പടം കിട്ടിയാൽ എന്തും ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ ഗുരു അല്ലെങ്കിൽ ഒരു ഡേറ്റ് കിട്ടിയാൽ അങ്ങൻ്റെ ദൈവമാണെന്നൊന്നും പറയാനൊന്നും നമ്മൾ അങ്ങനെ നമുക്ക് എല്ലാവരോടും സ്നേഹമാണ്, ബഹുമാനമാണ്. പക്ഷെ നമുക്ക് ചില നിലപാടുകളുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ചിത്ര ചോദിച്ച ആ ഒരു സംശയത്തിന് മറുപടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ.